ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് പ്രാവുകളെ സെലക്ട് ആക്കുന്നത് എങ്ങനെ, അതായത് എല്ലാ ലോഫ്റ്റിലും പല വെറൈറ്റി പ്രാവുകളിൽ നിന്ന്, അതായത് പല പല പേരിൻ്റെ കുട്ടികളെ എടുത്തിട്ടിട്ടുണ്ട് എല്ലാവരും പന്തയം പറപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഏത് രീതിയിൽ പറവുള്ള പ്രാവുകളെ നമുക്ക് സെലക്ട് ചെയ്യാം, എങ്ങനത്തെ പറവുള്ള പ്രാവുകളെ നമുക്ക് പന്തയത്തിനായിട്ട്, രണ്ട് പ്രാക്കളാണല്ലോ പന്തയത്തിന് വിടുന്നത്, അപ്പോൾ അതിന് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട രണ്ട് പ്രാക്കളെ എങ്ങനെ, എത്തരത്തിലുള്ള രണ്ട് പ്രാക്കളെ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് തുടക്കക്കാർക്ക് അറിയില്ല എങ്ങനെയുള്ള പ്രാവുകളെയാണ്, അതിൽ ആദ്യമായിട്ടൊക്കെ ടൂർണമെൻറ്റ് വിടാൻ പോകുന്നവർക്ക് ഉപകാരമായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അരമണിക്കൂർ പറത്തി വെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3/4 മണിക്കൂർ പറപ്പിച്ചു വെട്ടി 1 മണിക്കൂർ. അങ്ങനെയല്ല, പ്രാവുകളെ പറവയിലോട്ട് കയറ്റി അതിനെ ഇറക്കം സീറ്റിംഗ് ആക്കിയതിന് ശേഷം മാത്രം പ്രാവുകളെ മുറിച്ചിടുക. വെട്ടുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതായത് അരമണിക്കൂറോ 1 മണിക്കൂറോ നേരത്തെ പന്തയം പറപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ പറപ്പിച്ചുള്ളവർക്കും അറിയാം അവർ ഏത് തരത്തിലേക്കാണ് പ്രാവുകളെ പറപ്പിച്ച് വിട്ടുന്നത്. അതേപോലെ തന്നെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന പേര്, അതായത് അതിൻ്റെ റിസൾട്ട് അറിയാം, ആ പേരിൻ്റെ കുട്ടികളുടെ റിസൾട്ട് നമുക്ക് അറിയാം. 1-2 പറവ കൊടുത്താലും അവർ കറക്റ്റായിട്ട് അടുത്ത് പന്തയത്തിന് വെട്ടിയതിന് ശേഷം പിന്നെ പിഴുത് ചെറുവ് കൊടുക്കുമ്പോൾ അവർ എത്തരത്തിലാണ് അവരെ പറവ, അവർ എത്ര ടൈം പറക്കും, അത് കറക്റ്റായിട്ട് ഇറക്കം സീറ്റിംഗ് ആയിരിക്കും, അത് എല്ലാം നമുക്ക് അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മാക്സിമം എന്ത് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് ഞാനീ പറയുന്നത്. പ്രാവുകളെ സെലക്ട് ആക്കിയിട്ട് പുതിയ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എടുക്കുന്ന പ്രാവുകൾ പല ലോഫ്റ്റിൽ നിന്നും പുതിയ തുടക്കക്കാർ പന്തയം പറപ്പിക്കാനായിട്ട് പ്രാവുകളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാവുകളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർ പറയും 13 മണിക്കൂർ പറക്കും, അല്ലെങ്കിൽ 15 മണിക്കൂർ പറക്കും. അതിൻ്റെ പറവ സ്റ്റൈൽ എങ്ങനെയാണ്, പറവയുടെ രീതി, മെത്തേഡ് എങ്ങനെയാണ്, ഹൈറ്റ് എങ്ങനെയാണ്, എത്രത്തോളം വലിയും എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ആ പ്രാവുകളെ ഒരു പ്രാവശ്യം നമ്മൾ പറത്തി നോക്കുമ്പോഴേ ഫുള്ള് പറപ്പിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ പറത്തി വെട്ടണം എന്നുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട്, അതായത് വൈരിയുടെ ശല്യം ഉള്ളത് കൊണ്ടും പരുന്തും മറ്റു കാര്യങ്ങളൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 മണിക്കൂറൊക്കെ പറത്തിയിട്ട് അടുത്ത് പന്തയ സീസണിലോട്ട് കൊണ്ടുപോയിട്ടാണ് പിന്നെ പിഴുതിട്ട് ആ ടൈമിനാണ് ചിറവാക്കിയിട്ട് പറത്തൽ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കളുണ്ട്. പ്രാവുകളെ എപ്പോഴായാലും പറത്തുമ്പോൾ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും കൊണ്ടുവരുന്ന പ്രാവുകൾ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കൺഫേം റിസൾട്ട് അറിഞ്ഞുകൂടാത്ത പേരിൻ്റെ കുട്ടികളെ വെട്ടരുത്. അരമണിക്കൂറും 1 മണിക്കൂറും ഒന്നും പറത്തിയിട്ട് വെട്ടരുത്. ആ പ്രാവിനെ നോക്കുക, മാക്സിമം വൈരിയുടെ ശല്യം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വൈരി ശല്യമാണ് എല്ലായിടത്തും ഉള്ളതാണത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് എന്നാൽ ഈ ടൈമിന് പറപ്പിച്ചിട്ടും ആ ചുറ്റിച്ചൊക്കെ ഇറക്കി എല്ലാവരും വെട്ടുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ പറപ്പിക്കാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ആ പറപ്പിക്കുന്ന സമയം ഒരു 2 മണിക്കൂറെങ്കിലും, 2-3 മണിക്കൂർ പറപ്പിക്കാൻ പറ്റാത്തവർ 2 മണിക്കൂറെങ്കിലും കഷ്ടിച്ച് അതിനെ പറപ്പിച്ച് സീറ്റിംഗ് ആക്കുക. പക്ക പ്രാവ് ലോഫ്റ്റിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം തന്നെ പ്രാവിനെ വെട്ടുക. ചിലപ്പം ഒരു പ്രാവ് ആദ്യത്തെ പറവയിൽ തന്നെ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ പറക്കാം. പക്ഷേ ആ പ്രാവിനെ നമ്മൾ മുന്നേ ഉള്ള കുട്ടികളെ പറപ്പിച്ച് റിസൾട്ട് ഫുള്ള് അറിയാത്തൊരു പ്രാവാണ്, ആദ്യമായിട്ടാണ് പറപ്പിച്ച് ഇത്രയും ടൈം പറന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അതിനെ സീറ്റിംഗ് ആക്കാതെ പിന്നെ വെട്ടാൻ പാടില്ല. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ പറവ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതെങ്ങനെ അടുത്തിപ്പോൾ 2 പറവയിൽ 3 മണിക്കൂറായി ഉടനെ വെട്ടിയാൽ അടുത്തിനി 2-3 മാസം കഴിഞ്ഞ് അത് വീണ്ടും പറക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഇറങ്ങണമെന്നില്ല, ചിലപ്പോൾ മാറി ചവിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത്. അതിനായിട്ടാണ് ഞാനീ പറയുന്നത്, മാക്സിമം പറവകൾ ഒരു 5-6 പറവ കൊടുക്കുക പ്രാവിന്. പറവ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രാവുകൾ ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം പ്രാവുകളെ ചിറവ് കട്ട് ചെയ്യുക. അല്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഒക്കെ വറപ്പിച്ചിട്ട് പറന്നല്ലോ അത് മതി, പ്രാവ് ചുറ്റി ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വെട്ടിയാൽ പ്രാവ്, അതായത് മെമ്മറി കുറച്ചുകൂടി പവറായിട്ട് വരുമ്പോഴത്തേക്ക്, അറിവ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന സമയം നമ്മൾ ചിറക് കട്ട് ചെയ്ത്
പിഴുത് വിട്ട് വീണ്ടും പറപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പ്രാവ് കറക്റ്റായിട്ട് ഇറങ്ങിയെന്ന് വരില്ല. ചിലപ്പോഴേ അത് മാറി ചവിട്ടിയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയണത് മാക്സിമം പറവ കറക്റ്റ് ആക്കിയതിന് ശേഷം, ഈ സീറ്റിംഗ് ആക്കിയതിന് ശേഷം മാത്രം പ്രാവുകളെ വെട്ടിയിടുക. അടുത്ത് സെലക്ട് ചെയ്യുന്ന 2 പ്രാക്കൾ ഓരോ ലോഫ്റ്റിലും എല്ലാവരും ചിലപ്പോൾ 10ഉം 12ഉം അല്ലെങ്കിൽ നല്ല പറക്കുന്ന സെറ്റിലുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്, പന്തയത്തിനായിട്ട് എടുത്ത് ഇടാറുണ്ട്. എന്നിട്ട് പറപ്പിച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ പറവകൾ എങ്ങനത്തെ പറവകളാണ് ഒരുമിച്ച് വിടേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ ടൂർണമെൻറ്റ് വിടുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അവരങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് പറത്തുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക. പ്രാവുകൾ നമ്മൾ എല്ലാ പ്രാവിനെയും പറത്തി നോക്കുക. പറത്തി നോക്കുമ്പോൾ ഓരോ പ്രാവിൻ്റെ ഹൈറ്റ്, മുക്കാ പറവ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പ്രാവുകളുണ്ടാവും, ചിലപ്പോൾ മുക്കാ പറവ പറക്കുന്ന പ്രാവുകളുണ്ടാവും, ചിലപ്പോൾ ഒരു 1.5 തെങ്ങ് 2 തെങ്ങ് മട്ടത്തിൽ പറക്കുന്ന പ്രാവുകളുണ്ടാവും. അങ്ങനെ പ്രാവുകളുടെ ഓരോ പറവയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് ഏത് പ്രാവിനെയാണ് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂട്ടത്ത്, മെയിൻ പ്രാവായിട്ട് ഒരു സെറ്റിൻ്റെ കൂട്ടത്ത് നമ്മൾ വിടുമ്പോൾ ഒരേ ലെവലിൽ നിൽക്കുന്ന പ്രാവുകളെ മാക്സിമം സെലക്ട് ചെയ്യുക. വലിഞ്ഞു പോകുന്ന പ്രാവുകളുടെ കൂട്ടത്ത് ഒരിക്കലും റിങ് പറവ, അതായത് റൗണ്ട് നമ്മളെ ഏരിയ മാത്രം കറങ്ങി നിൽക്കുന്ന പ്രാവുകളെ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവ് 2 പ്രാവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു പ്രാവിനെ കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 പ്രാവ് ഒരേ ലെവലിലാണ് പറക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ പറവ കണ്ടിന്യൂ ആയിട്ട് പറക്കും. അല്ലെങ്കിൽ ഒരു പ്രാവ് ഒന്നിനെ രണ്ട് രീതിക്കായിട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. പ്രാവുകൾ ഏതൊക്കെ എപ്പോഴും വരും, എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം വലിഞ്ഞു പോകുന്ന പ്രാവുകളുടെ കൂട്ടത്ത് അത്യാവശ്യം അതേ ലെവലിലുള്ള പ്രാവുകളെ വിട്ടുകൊടുക്കുക. അപ്പോൾ ഇത് വലിഞ്ഞു പോയാലും കറക്റ്റായിട്ട് കറങ്ങി നമ്മുടെ മോഡലിൽ 2 പ്രാവും ഒരുമിച്ച് വരും. അതേസമയം 2 രീതിയിൽ ഒരു പ്രാവ് ഒരു കാരണവശാലും ജോഡി ചേരുന്നില്ല, എത്ര നോക്കിയിട്ട് വലിഞ്ഞ് പോകുന്ന ഒരു പ്രാവാണ് ഒറ്റയ്ക്കാണ് പറക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് തനി പ്രാവാണ്. അത് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിരുന്നാലും അത് അടുത്തൊരു പ്രാവിൻ്റെ കൂടെ കയറാൻ വലിയ പാടാണ്. അങ്ങനെയുള്ള പ്രാവുകളെ മീഡിയം വലിഞ്ഞു പോകുന്ന ഒരു പ്രാവിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യുക. പക്ഷേ ആ സെറ്റ് ചെയ്യുന്ന പ്രാവ് വലിഞ്ഞു പോയി ഒറ്റയ്ക്ക് തനിപ്പറവായിട്ട് പറക്കുന്ന പ്രാവ് എത്രത്തോളം ടൈം നിൽക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു 13-14 മണിക്കൂറൊക്കെ പറന്ന് ഇറങ്ങുള്ളെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ പ്രാവ് എന്തായാലും ഒരു പ്രാവ് ഇറങ്ങിയിരുന്നാലും അടുത്ത പ്രാവ് നിന്ന് പറക്കും. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല, കാണിച്ചു കൊടുക്കാൻ കറക്റ്റായിട്ട് വന്നാൽ മതിയാവും. പക്ഷേ 2 പ്രാവുകളും അങ്ങനെ തനിപ്പറവ അല്ലാത്ത പ്രാവുകളുടെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. പറവ തനിപ്പറവ പ്രാവുകൾ കറക്റ്റായിട്ട് അത് പോയാലും കറക്റ്റ് മോഡൽ വരുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ആ പ്രാവ് ടൈമിലോട്ട് വന്നോളൂ. രണ്ടാമത് ഈ 2 പ്രാവുകൾ നമ്മൾ വിടുമ്പോൾ തനിപ്പറവ അല്ലെങ്കിലും ഒരുമിച്ച് പറക്കും പ്രാവുകൾ വിട്ട് കഴിഞ്ഞാൽ. പക്ഷേ 2 ഹൈറ്റിലാണ് പറക്കുന്നത്, ഒന്ന് താഴ്ന്ന പറവയും ഒന്ന് ഉയർന്ന നല്ല ഹൈറ്റിൽ മേൽപ്പറവയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാവുകളെ മാക്സിമം നമ്മളിപ്പോൾ എത്ര കുഞ്ഞാണോ എടുത്തിട്ടുള്ളത് ആ കുഞ്ഞുങ്ങളെ എല്ലാത്തിൻ്റെയും പറവ നോക്കിയിട്ട് ഏതൊക്കെ കുഞ്ഞുങ്ങളാണ് നല്ല ഹൈറ്റിൽ പറക്കുന്നത് ഒരേപോലെ പോകുന്നത് എന്നുള്ളത് മാത്രം നോക്കി സെറ്റ് ചെയ്യുക. താഴ്ന്ന പറവയും മേൽപ്പറവയായിട്ട് ഒരിക്കലും സെറ്റ് ചെയ്ത് കൊടുത്ത് അവരെ പറത്താതിരിക്കുക. ഒരേ ലെവലിൽ പറക്കുന്ന പ്രാവുകളെ മാത്രം സെലക്ട് ചെയ്ത് നല്ല വലിഞ്ഞു പോകുന്നത് അവർ എത്ര ടൈമിനാണ് വരുന്നത്, വലിഞ്ഞു പോയിട്ട് എത്ര ടൈമിനുള്ളിൽ ലോഫ്റ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് വീക്ഷിക്കണം. നമ്മൾ പ്രാവിനെയും പറത്തി വിട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ അത് കുറച്ച് സമയം പറക്കട്ടെ അങ്ങനെ പോകരുത്. കാര്യം പ്രാവ് മാറി ഇറങ്ങുന്നത് കറക്റ്റായിട്ട് നമ്മൾ മാറി ഇറങ്ങുകയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്വഭാവം എന്നുള്ളത്, അതിൻ്റെ മെമ്മറി കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അറിയണം, അവിടെ തന്നെ ഉണ്ടാവണം ലോഫ്റ്റിൽ. പ്രാവിനെ പറപ്പിച്ചിട്ട് ഇറക്കി കൂട്ടിക്കയറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അഥവാ നമ്മളില്ലെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് നോക്കാൻ പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ അവിടെ നിന്ന് മാറാനുള്ളത്. ആരും ഇല്ലാണ്ട് ഒരിക്കലും പ്രാവുകളെ പറത്തിയിട്ടിട്ട് അത് പറക്കുന്നുണ്ടല്ലോ അത് പറക്കട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ പ്രാവ് എവിടെയെങ്കിലും വല്ല ടവറിലോ ബിൽഡിങ്ങിലോ എവിടെയെങ്കിലും മരത്തിലോ ഒക്കെ ഇറങ്ങുന്നതിന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഉടനെ അഴിച്ച് പറക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രാവിനെ പറപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പറവ അറിയണം, നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര സമയം പറക്കുന്നു, എത്ര സമയം പറന്ന് പ്രാവ് ഇറങ്ങുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നിരീക്ഷിക്കണം പ്രാവിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പന്തായ പ്രാവുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ ലെവലിലുള്ള ഒരേ ഹൈറ്റ് ഒരേപോലെ വലിഞ്ഞു പോകുന്ന പ്രാവുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള പ്രാവുകളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈമിന് കറക്റ്റായിട്ട് 2 ഒരുമിച്ച് തന്നെ നമുക്ക് ലോഫ്റ്റിൽ വരും, വന്നിട്ട് ലോഫ്റ്റിൻ്റെ മുകളിൽ വരും, വന്നിട്ട് കറക്റ്റായിട്ട് അത് വീണ്ടും വലിഞ്ഞു പോകും. പിന്നെ റിങ് പറവയും വലിഞ്ഞു പോകുന്ന പറവയായിട്ട് ഒരിക്കലും
സെലക്ട് ആക്കി വിടരുത്, 2 കുഞ്ഞുങ്ങളെ സെലക്ട്. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന പ്രാവുകളുടെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ 2 പ്രാവുകൾ, അതായത് ലോഫ്റ്റ് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്ന ഒരു കുറച്ച് വലിഞ്ഞു പോയിട്ടൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പിലുള്ള പ്രാവുകളെ മാത്രം അങ്ങനെ ജോഡിയാക്കിയിട്ട് വിടാം. അല്ലാതെ ഒരിക്കലും ഡിഫറൻറ്റ് പറവയിലുള്ള പ്രാവുകളെ ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്ത് ജോഡിയായിട്ട് പറത്തരുത്. 2 പ്രാവുകളെ സെലക്ട് ആക്കുമ്പോൾ ഒരേ ലെവലിലുള്ള പ്രാവുകളായിരിക്കണം. ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന പ്രാവുകൾ ഒരേപോലെ വലിഞ്ഞു പോവും, ഒരേപോലെ വരും. അങ്ങനെയുള്ള പ്രാവുകളെ മാത്രം നമ്മൾ സെലക്ട് ആക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് ആ പ്രാവുകളെ ഇറക്കത്തിലും ടൈം ഇറക്കുന്ന ഓരോ ടേൺ ഓട്ടിക്കുമ്പോഴും അതിൻ്റേതായ വ്യത്യാസങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാതെ ഓരോ പ്രാവുകൾ മാറുമ്പോൾ ചിലപ്പോൾ ഒരു പ്രാവ് രണ്ടും താഴ്ന്ന പറവായിരിക്കും, ഒരു പ്രാവ് മേൽപ്പറവായിരിക്കും. ഈ മേൽപ്പറവ പ്രാവ് ഒരിക്കലും പിന്നെ ഇത് താഴ്ന്ന് പറക്കുമ്പോൾ അതിൻ്റെ കൂടത്ത് ഇറങ്ങാനായിട്ട് എപ്പോഴും അതിൻ്റെ കൂടെ പോകാൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി അതിന് ഉണ്ടാവും. വലിഞ്ഞു പോയാൽ അതിൻ്റെ പറവ അങ്ങോട്ട് ക്ലിയർ ആവില്ല. പക്ഷേ 2 പ്രാക്കൾ ഒരുമിച്ച് നല്ല രീതിയിൽ നിന്ന് പറക്കുമ്പോൾ അവരെ പറവയ്ക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ചിന്തിച്ചാലും മറ്റേത് ഇറങ്ങില്ല. അത് ഇറങ്ങണമെന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിലും ഈ പ്രാവ് ആ ഒരു മെമ്മറി കറക്റ്റ് ആ മൈൻഡ് അല്ലായിരിക്കും. അപ്പോൾ അത് ഇറങ്ങും. അങ്ങനെ 2 പേരും ഒരുമിച്ച് നിന്ന് കളിച്ച് നല്ല ടൈം ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക, ടൂർണമെൻറ്റ് പറപ്പിക്കുമ്പോൾ അതിനെ സെലക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ഒരേ പറവയുള്ള ഒരേ മെത്തേഡ് പറവയുള്ള പ്രാവുകളെ പറപ്പിക്കുക. അപ്പോൾ നമുക്ക് ടൈമിലോട്ട് വരാനും നല്ല ടൈമിലോട്ട് കൂടുതൽ ടൈം കൂടാനും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രാവുകളെ മാത്രം പറപ്പിച്ച് നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.